അറിയാം. 10% പറഞ്ഞില്ല, 10 വരും ഇല്ല. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ സംരക്ഷണത്തിന് ഉണ്ടാക്കിയ നിയമമാണ്. ഈ നിയമം ഉണ്ടാക്കിയത് നമ്മൾ പാർലമെന്റ് പാസ്സാക്കി എല്ലാം കഴിഞ്ഞു. നിയമം 2013 വന്നിട്ടും ഇന്ന് നമ്മുടെ സ്ത്രീകൾക്ക് അതറിയത്തില്ല, സ്ത്രീകൾക്ക് അതറിയത്തില്ല ഇങ്ങനെയുള്ള നിയമം ഉണ്ടെന്ന്. ഈ നിയമമൊക്കെ നടപ്പിലാക്കിയാൽ മതി, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം നിൽക്കും. ഞങ്ങൾ ഇന്ന് പല സ്ഥാപനങ്ങളിൽ ചെന്നപ്പം ഉണ്ടോ? ഉണ്ട് സർ, ഇവിടെ നമുക്ക് ഉണ്ട്. ഉള്ളവർ ആ നിയമത്തിനകത്ത് പറയുന്ന രീതിയിലല്ല, അവരുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ അവിടെ പരാതി വന്നാൽ എങ്ങനെ അത് വളച്ചൊടിച്ച് ഇല്ലാതാക്കാം, അങ്ങനെ ആക്കേണ്ട ആൾക്കാരെയാണ് അവിടെ പിടിച്ചിരിക്കുന്നത്. മിക്ക സ്ഥാപനങ്ങളിലും അതില്ല. 10 പേര് കൂടുതൽ ജോലി ചെയ്യുന്ന ഏത് സ്ഥാപനങ്ങളിലും ഒരു IC ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി പോഷാക്ക് പ്രകാരം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകളോടുള്ള വിവേചനമല്ലേ അത്? അവർക്കെതിരെയുള്ള അതിക്രമം വ്യക്തമായിട്ട് അന്വേഷിക്കാനും അതിന് ആക്രമിക്കപ്പെടുന്ന ശിക്ഷ വായിച്ചു കൊടുക്കാനുള്ള നിയമം എന്തുകൊണ്ട് നടപ്പിലാക്കുന്നത്? അത് വിവേചനമല്ലേ? എന്തുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ നടപ്പിലാക്കാത്തത്? ഇതാണ് നമ്മുടെ ഗവൺമെന്റ് ഉറപ്പുവരുത്തേണ്ടത്. ഇങ്ങനെ നമുക്ക് നീതി നേടിക്കൊടുക്കാൻ പറ്റും. നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിയമത്തിൻ്റെ പരിരക്ഷ എങ്ങനെ കൊടുക്കണമോ അത് കൊടുക്കണം. നമ്മൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചതുകൊണ്ട് ഒരു പരിരക്ഷയും കിട്ടത്തില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ആരായാലും ഏത് അധികാരത്തിൽ നിന്നാലും നമ്മളത് ചെയ്യണം. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല, 2 നിമിഷം ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും സ്ത്രീകൾക്ക് അവർക്ക് തുല്യത കിട്ടാനായാലും സുരക്ഷിതം കിട്ടാനായാലും എന്തിനും നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും തൊഴിലിടങ്ങളിൽ നിന്നും നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും വനിതാ ദിനം ആശംസിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.